എല്ലാ പ്രിയ കൂട്ടുകാർക്കും PSC ത്രഷോൾഡിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്തു നിന്നുള്ള ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് നാഷണൽ സയൻസ് ഡേ? നാഷണൽ സയൻസ് ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി 28-നാണ്. നാഷണൽ സയൻസ് ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി 28-നാണ്. CV രാമൻ്റെ, നമ്മുടെ നോബൽ സമ്മാന ജേതാവായിട്ടുള്ള CV രാമൻ്റെ ബഹുമാനാർത്ഥമാണ് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ഫെബ്രുവരി 28-ന് ആചരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ രാമൻ ഇഫക്റ്റ് രാമൻ കണ്ടുപിടിച്ചത് 1928-ആണ്. രാമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിലെ നീല നിറത്തിന് കാരണമായി ബന്ധപ്പെട്ടതാണ് രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ CV രാമന് നോബൽ സമ്മാനം കിട്ടിയത് 1930-ലാണ്. അപ്പോൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പഠിക്കാനായിട്ട്. അതുകൊണ്ടാണ് CV രാമൻ്റെ കാര്യം ഇവിടെ എടുത്ത് പറഞ്ഞത്. അതുപോലെ വേൾഡ് സയൻസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ 10-ആണ്. വേൾഡ് സയൻസ് ഡേ എന്ന് പറഞ്ഞാൽ നവംബർ 10. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നാഷണൽ സയൻസ് ഡേ ഫെബ്രുവരി 28, CV രാമൻ്റെ അനുസ്മരണാർത്ഥം. വേൾഡ് സയൻസ് ഡേ നവംബർ 10-ആണ്. ഇനി ആറ്റമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ. എന്നാണ് ആറ്റമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്? ആറ്റമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1948-ലാണ്. ആറ്റമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് 1948-ലാണ്. ഹോമി ജെ ഭാഭയുടെ നേതൃത്വത്തിലാണ്. ഇനി ഈ ആറ്റമിക് എനർജി കമ്മീഷൻ എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി ആയത്? 1954-ലാണ്. ആറ്റമിക് എനർജി കമ്മീഷൻ വന്നത് 48-ലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി വന്നത് 1954-ലുമാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിനെയാണ് DAE എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആസ്ഥാനം മുംബൈയിലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചുമ്മാ ഒരു GK എഴുതിയിരിക്കുന്നതാണ്. മുംബൈ CM ആരാണ്? ഉദ്ധവ് താക്കറെയാണ്. മുംബൈ CM ഉദ്ധവ് താക്കറെ. ഇനി പ്രസൻറ്റ് ചെയർമാൻ ഏതിൻ്റെയാണ്? ആറ്റമിക് എനർജി കമ്മീഷൻ്റെ പ്രസൻറ്റ് ചെയർമാൻ എന്ന് പറയുന്നത്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ പ്രസൻറ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ KN വ്യാസാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആറ്റമിക് എനർജി കമ്മീഷൻ 1948, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി 1954, മുംബൈയാണ് ആസ്ഥാനം. പ്രസൻറ്റ് ചെയർമാൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജീസ് ഡോക്ടർ KN വ്യാസ്. ഇനി പ്രെഡസസർ ഓഫ് ISRO. ISROയുടെ മുൻഗാമി ആരാണ്? ISROയുടെ മുൻഗാമി ആരാണ്? ഇൻകോസ്പാർ ആണ് ISROയുടെ മുൻഗാമി. എന്താണ് ഇൻകോസ്പാർ എന്ന് പറയുന്നത്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിനെയാണ് നമ്മൾ ഇൻകോസ്പാർ എന്ന് പറയുന്നത്. 1962-ലാണ് ഇത് തുടങ്ങിയത്. നമ്മുടെ സ്പേസ് ഗവേഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചതാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇതിന് മെയിനായിട്ട് ചെയർമാനായിട്ട് നിന്നത് വിക്രം സാരാഭായിയാണ്. വിക്രം സാരാഭായിയുടെ ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് നിന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് സ്പേസ് അല്ലെങ്കിൽ ബഹിരാകാശ പ്രവർത്തനത്തിന് നേതൃത്വം തുടങ്ങിയത് ഈ ഇൻകോസ്പാറിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇൻകോസ്പാറിനെയാണ് നമ്മളെന്ന് പറയുന്നത് ISROയുടെ മുൻഗാമിയായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഇൻകോസ്പാറിൻ്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു വയ്ക്കണം. എന്താണ്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചാണ്. സ്ഥാപിതമായത് 1962-ലാണ്. ISRO എന്ന സ്ഥാപിതമായത് 1969-ലാണ് അല്ലേ? ഓഗസ്റ്റ് 15, 1969-നാണ് ISRO സ്ഥാപിതമായത്. അപ്പോൾ ഇൻകോസ്പാർ എന്ന് പറയുന്നത് രൂപം കൊണ്ട സമയത്ത്, അതായത് 1962 ഇൻകോസ്പാർ രൂപം കൊണ്ട സമയത്ത് ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു എന്നറിയോ? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ കീഴിലായിരുന്നു ഇൻകോസ്പാർ പ്രവർത്തിച്ചിരുന്നത്. അടുത്തതിലേക്ക് പോവാം. ISRO. നേരത്തെ നമ്മൾ പറഞ്ഞു ISRO രൂപം കൊണ്ടത് 1969 ഓഗസ്റ്റ് 15-നാണ്.
അല്ലേ? ISROയുടെ ആദ്യത്തെ ചെയർമാൻ നമുക്കറിയാം വിക്രം സാരാഭായി. അപ്പോൾ ആറ്റമിക് എനർജി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഹോമി ജെ ഭാഭ അല്ലേ? അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ ആരായിരുന്നു? ഹോമി ജെ ഭാഭ അല്ലേ? ഇനി ഇൻകോസ്പാറോ വിക്രം സാരാഭായും ജവഹർലാൽ നെഹ്റു. ISRO വിക്രം സാരാഭായി. ഇനി ISROയുടെ 10ാമത് ചെയർമാൻ ആരാണ്? കെ ശിവനാണ്. ISROയുടെ 10ാമത് ചെയർമാനാണ് കെ ശിവൻ. അപ്പം കെ ശിവൻ ISROയുടെ എത്രാമത്തെ ചെയർമാനാണെന്ന് വെച്ചാൽ എത്രാമത്തെ ചെയർമാനാണ്? 10ാമത്തെ ചെയർമാനാണ്. ഇനി ഈ വിക്രം സാരാഭായി ISRO രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ പല ഓർഗനൈസേഷനും തുടങ്ങിയിട്ടുണ്ട്. അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് വിക്രം സാരാഭായിയുടെ കീഴിൽ രൂപം കൊണ്ടിട്ടുള്ള ഓർഗനൈസേഷൻ അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ ആദ്യത്തെയാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അഹമ്മദാബാദ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന അഹമ്മദാബാദാണ്. ഈ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിക്ക് ഒരു പേരുണ്ട്. എന്താണ്? ക്രാഡിൽ ഓഫ് ഇന്ത്യൻ സ്പേസ്. ഇന്ത്യൻ സ്പേസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് പറയുന്നത് ഏതാണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. അത് ആരുടെ നേതൃത്വത്തിൽ വന്നു? വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ വന്നു. എവിടെയാണ് വന്നത്? അഹമ്മദാബാദിലാണ് വന്നത്. ഇനി നമ്മൾ പറഞ്ഞു 1962 ഇൻകോസ്പാർ വന്നതെന്ന് പറഞ്ഞു അല്ലേ? ഇൻകോസ്പാറിന് ശേഷം 1963 തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ വന്നു. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരത്ത് തുമ്പയിലാണ്. അപ്പോൾ 1963 തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷന് അതിന് നേതൃത്വം കൊടുത്തതും വിക്രം സാരാഭായിയാണ്. അങ്ങനെയാണ് നമുക്ക് VSSC എന്നുള്ള പേരൊക്കെയും വന്നത്. ഈ തുമ്പയിൽ VSSC വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്നുള്ള പേരൊക്കെയും വന്നത് ഇതിന് ശേഷമാണ്. അപ്പോൾ 1963 തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ വന്നത്. പിന്നീട് 1968 ഈ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ യുണൈറ്റഡ് നേഷൻസിന് സമർപ്പിക്കുകയുണ്ടായി. പിന്നെ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ വന്ന ഓർഗനൈസേഷൻസാണ് IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ്, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അറ്റ് കൽപ്പാകം, കമ്മ്യൂണിറ്റി സയൻസ് സെൻറ്റർ അഹമ്മദാബാദ്, വേരിയബിൾ എനർജി സൈക്ലോട്രോൺ കൽക്കട്ട, ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഹൈദരാബാദ്, യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ജാദുഗുഡ. അപ്പോൾ ഈ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ ഒന്ന് ഓർത്തിരിക്കുക, കൽക്കട്ടയാട്ടോ. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ എവിടെയാണ്? കൽക്കട്ടയാണ്. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദാണ്. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ കൽക്കട്ട. ഇനി അടുത്തതിലോട്ട് നമുക്ക് പോവാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്ന ടോപ്പിക്ക്? സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതെന്നാണ് വന്നതെന്നാണ് ചോദ്യം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് വന്നത്? 1971 വന്നത്. എന്നാണ് വന്നത്? 1971 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചുമതലയുള്ള മിനിസ്റ്റർ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹർഷ് വർദ്ധനാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചുമതല വഹിക്കുന്ന മിനിസ്റ്റർ ഹർഷ് വർദ്ധനാണ്. അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ളത് അശുതോഷ് ശർമ്മയാണ്. സെക്രട്ടറി ആരാണ്? അശുതോഷ് ശർമ്മ. അപ്പോൾ ഇത് നമ്മുടെ സിലബസിൽ പറഞ്ഞ ടോപ്പിക് ആയതുകൊണ്ട് ഇതൊന്നും നോക്കി വെച്ചോളൂ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരുടെ കീഴിലാണ് വരുന്നത്? ഏത് മിനിസ്റ്ററിൻ്റെ കീഴിലാണ് വരുന്നത്? ഹർഷ് വർദ്ധൻ. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത് അശുതോഷ് ശർമ്മ. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് എന്നാണ് വന്നത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്. നമ്മുടെ ISRO ഒക്കെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കീഴിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് വന്നത് 1972. ISRO ഒക്കെ ഫോം ചെയ്തതിന് ശേഷമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് 1972 വന്നത്. അപ്പോൾ നമുക്ക് വർഷങ്ങളൊന്ന് ഓർത്ത് നോക്കിയാലോ. ആദ്യം നമ്മൾ പഠിച്ചു ആറ്റമിക് എനർജി കമ്മീഷൻ എന്നാണ് വന്നത്? 1948. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി അല്ലേ? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി അത് വന്ന 1954. 1954. 1954. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരുന്നു നോക്കിയത്?
1962 ഇൻകോസ് പാർ വന്നു അല്ലേ, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അല്ലേ, അത് 1962 വന്നു. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ 1963 വന്നു. ISRO 1969 ഓഗസ്റ്റ് 15 വന്നു. സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് 1971 വന്നു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് 1972 വന്നു. അതിനുശേഷം ISRO ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കീഴിലോട്ടായി. ഇനി നമുക്ക് മറ്റു കുറേ സ്ഥാപനങ്ങളും കൂടെ നോക്കാം. അതായത് നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ്, അത് ഫോം ചെയ്തേക്കുന്ന അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള മേഘനാഥ് സാഹയാണ്. 1930 നാഷണൽ അക്കാഡമി ഓഫ് സയൻസ്. അപ്പം നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് 1930 മേഘനാഥ് സാഹയുടെ നേതൃത്വത്തിലാണ് വന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പ്രയാഗ്രാജ് ഉത്തർപ്രദേശ്. അപ്പോൾ ഇതൊന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ, മുൻകാല ചോദ്യമാണ്, PYQ ആണ്. എന്താണ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് വന്നത് 1930. അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മേഘനാഥ് സാഹയാണ്. അത് ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് പ്രയാഗ്രാജ്, പണ്ടത്തെ അലഹബാദിന് ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് പ്രയാഗ്രാജ്, ഉത്തർപ്രദേശിലാണ്. ഇനി ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ്, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ, നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് ആണ്. ഇത് പറയുന്നത് നാഷണൽ മാറി ഇന്ത്യനായി. ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് 1934 അത് ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. CV രാമൻ്റെ നേതൃത്വത്തിൽ വന്ന സ്ഥാപനമാണ്. അപ്പോൾ നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് ആണ് ആദ്യം വന്നത് 1930. മേഘനാഥ് സാഹ. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് നാഷണൽ അക്കാഡമി? പ്രയാഗ്രാജ്. ഇനി ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് അത് 1934 നേതൃത്വം കൊടുത്ത ആരാണ്? CV രാമനാണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാംഗ്ലൂരാണ്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി 1986 ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് 1985 വരുന്നത്. ബയോടെക്നോളജി 86, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് 1985. ഇനി ICMR എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എപ്പോഴും കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയില്ലേ ICMR റിപ്പോർട്ട് അനുസരിച്ച്. അപ്പോൾ എന്താണ് ഈ ICMR എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ്. അതെന്നാണ് സ്ഥാപിതമായതെന്നാണ് ചോദ്യം. ICMR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് അല്ലേ. അപ്പോൾ അത് സ്ഥാപിതമായതെന്നാണ്? 1911 ICMR സ്ഥാപിതമായിട്ടുണ്ട്. 1911 ICMR സ്ഥാപിതമായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. ഹോമി ജെ ബാബയുടെ നേതൃത്വത്തിൽ വന്നതാണ്. ഓക്കെ. ഇനി ബാർക്ക്, മറ്റൊരു സ്ഥാപനമാണ് ബാർക്ക്. അപ്പോൾ ടിഫാർക്ക് എന്ന് പറയും. ആദ്യം നമ്മൾ പഠിച്ച ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ഫണ്ടമെൻ്റൽ റിസർച്ചിന് നമ്മൾ ടിഫർ എന്ന് പറയും. ആണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ടിഫർ, ആസ്ഥാനം മുംബൈ, ഹോമി ജെ ബാബയുടെ നേതൃത്വത്തിൽ വന്നു. ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാബ ആറ്റമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെന്നാണ് സ്ഥാപിതമായത്? 1954 സ്ഥാപിതമായത്. പക്ഷേ അത് വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, ബാർക്ക് എന്നായിരുന്നില്ല പേര്. ബാർക്ക് എന്നുള്ള പേരാക്കിയത് 1967. പക്ഷേ ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്റർ സ്ഥാപിതമായത് എന്നാണെന്ന് വെച്ചാൽ 1954. ബാർക്ക് എന്നുള്ള പേര് അതിന് കിട്ടിയത് 1967. അതിൻ്റെ ആസ്ഥാനം ട്രോംബെയാണ്. അപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ആസ്ഥാനം മുംബൈ, ബാർക്കിൻ്റെ ആസ്ഥാനം ട്രോംബെ. ബാർക്ക് സ്ഥാപിതമായത് 1954. അപ്പോൾ 1954 ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ. ഏതാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് റിസർച്ച്. ഇനി IG-CAR. എന്താണ് IG-CAR എന്ന് പറഞ്ഞാൽ? ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ ആറ്റമിക് റിസർച്ച് ആണ്. ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ ആറ്റമിക് റിസർച്ച് 1971 ഇത് സ്ഥാപിതമായത്. 1971 സ്ഥാപിതമായത്. 1971 വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായിരുന്നല്ലോ. അതേതാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ IG-CAR എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ ആറ്റമിക് റിസർച്ച് ആണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൽപ്പാകം, തമിഴ്നാട്ടിലെ കൽപ്പാകത്താണ്. അവിടെയാണ് നമ്മുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത്. കാമിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറാണ്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ
ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള ഇന്ധനം കൂടി ഉൽപ്പാദിപ്പിക്കും. അങ്ങനത്തെ റിയാക്ടറിനെയാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കാമിനിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. കൽപ്പാകത്താണ്. അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയുക? IGCAR, ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ ആറ്റോമിക് റിസർച്ച്, സ്ഥാപിതമായത് 1971. ഇനി രാജാരാമണ്ണ സെൻറ്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി. ആരാണ് ഈ രാജാരാമണ്ണ? രാജാരാമണ്ണയാണ് ഇന്ത്യൻ ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? ഇന്ത്യൻ ആറ്റം ബോംബിൻ്റെ പിതാവാണ് രാജാരാമണ്ണ. അപ്പോൾ രാജാരാമണ്ണ സെൻറ്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് ഇൻഡോർ, മധ്യപ്രദേശാണ്. രാജാരാമണ്ണ സെൻറ്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് ഇൻഡോർ, മധ്യപ്രദേശാണ്. 1984 സ്ഥാപിതമാകുന്നത്. ഇനി രാജാരാമണ്ണയുടെ ഓട്ടോബയോഗ്രഫിയാണ് ഇയേഴ്സ് ഓഫ് പിൽഗ്രിമേജ്. എന്താണ് ഇയേഴ്സ് ഓഫ് പിൽഗ്രിമേജ്? ഇപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. രാജാരാമണ്ണ സെൻറ്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജിയുടെ ആസ്ഥാനം ഇൻഡോർ, ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്ഥാനം എവിടെയാണ്? ഇൻഡോർ, മധ്യപ്രദേശ്. സ്ഥാപിതമായത് 1984. ഇയേഴ്സ് ഓഫ് പിൽഗ്രിമേജ് ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ഇനി സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ. സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അഹമ്മദാബാദാണ്. സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ അഹമ്മദാബാദ്. 1972. 1972 വേറൊരു കാര്യം ഉണ്ടായല്ലോ. എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് 1972. അപ്പോൾ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എവിടെയാണ്? അഹമ്മദാബാദാണ്. ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സ് വന്നത് തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലാണ്. ISROയുടെ പ്രൊപ്പൽഷൻ കോംപ്ലക്സ് വന്നത് തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലാണ്. അപ്പോൾ ഈ പേജിൽ നമ്മൾ എന്താ പറഞ്ഞത്? സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എവിടെയാണ്? അഹമ്മദാബാദ്. ആപ്ലിക്കേഷൻ അഹമ്മദാബാദ്. രണ്ടും എന്തിലാണ് തുടങ്ങുന്നത്? AA ആണ് കേട്ടോ. സ്പേസ് ആപ്ലിക്കേഷൻ അഹമ്മദാബാദ്. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക. പിന്നെ ISROയുടെ പ്രൊപ്പൽഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ സ്ഥാപിതമായത് 74. ആസ്ഥാനമാണ് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിരിക്കുന്നത്. ഹൈദരാബാദാണ് അതിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നാഷണൽ റിമോട്ട് സെൻസിങ് എന്നാണ് വന്നിരിക്കുന്നത്. അതാണ് ഹൈദരാബാദ് കേട്ടോ. നാഷണൽ വന്നാലാണ് ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ എവിടെയാണ്? ഹൈദരാബാദാണ്. ഇനി നാഷണൽ റിമോട്ട് സെൻസിങ് ഡേ എന്നാണ്? ഓഗസ്റ്റ് 12 നാഷണൽ റിമോട്ട് സെൻസിങ് ഡേ ഓഗസ്റ്റ് 12. ഇവിടെ നോക്കിയേ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എവിടെയാണ്? ഡെഹ്റാഡൂൺ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എവിടെയാണ്? ഡെഹ്റാഡൂൺ. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ഹൈദരാബാദ്, നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ഹൈദരാബാദ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ഡെഹ്റാഡൂൺ. മാറിപ്പോവാതെ നോക്കിക്കോളണം കേട്ടോ. ഇനി IIST എന്നാണ് നമ്മുടെ തിരുവനന്തപുരത്ത് വലിയമലയിലുള്ള ISROയുടെ ഒരു കോളേജാണ് IIST എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി, സ്പേസ് ആൻഡ് ടെക്നോളജി എന്നതാണ് മുഴുവൻ പേര്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി വലിയമലയാണ്. VSSC തിരുവനന്തപുരത്താണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. ISRO സാറ്റലൈറ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ അഹമ്മദാബാദാണ്. പിന്നെ എന്താണ്? റിമോട്ട് സെൻസിങ് സെൻറ്റർ, നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് സ്ഥിതി ചെയ്യുന്നത് ഡെഹ്റാഡൂണാണ്. IIST വലിയമല, VSSC തിരുവനന്തപുരം. ISRO സാറ്റലൈറ്റ് സെൻറ്റർ ബാംഗ്ലൂരാണ് കേട്ടോ. ISRO സാറ്റലൈറ്റ് സെൻറ്റർ ബാംഗ്ലൂരാണ്. ISROയുടെ ആസ്ഥാനം ഏതാ? അന്തരീക്ഷ ഭവൻ. അതെവിടെയാണ്? ബാംഗ്ലൂരാണ്. ഓക്കെ. ഇനി എന്താണ്? നാഷണൽ റിമോട്ട് സെൻസിങ് ഡേ എന്നാണ് ഓഗസ്റ്റ് 12. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇൻ്റർനാഷണൽ ആറ്റമിക് യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇൻ്റർനാഷണലാണ്. നാഷണൽ വിട്ട് നമ്മൾ എവിടേക്ക് പോയി? ഇൻ്റർനാഷണലിലോട്ട് പോയി. അപ്പോൾ ഇൻ്റർനാഷണൽ ആറ്റമിക് യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പാരീസാണ്. പഠിച്ചോളനെ ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ആറ്റമിക് യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസാണ്. ഇനി ഇത് കറണ്ട് അഫെയർ ആണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ആക്ട് 2019 പാസ്സാവുകയുണ്ടായി. അത് പ്രകാരം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഫോം ചെയ്തു.
ഇപ്പോൾ ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഫോം ചെയ്തിരിക്കുന്ന 2020 സെപ്റ്റംബർ 25-നാണ്. എന്നാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഫോം ചെയ്തേക്കുന്നത്? 2020 സെപ്റ്റംബർ 25. അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുരേഷ് ചന്ദ്ര ശർമ്മയാണ്. ആരാണ്? സുരേഷ് ചന്ദ്ര ശർമ്മ. ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കറണ്ട് അഫയേഴ്സ് എന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ രൂപം കൊണ്ടത് 2020 സെപ്റ്റംബർ 25-ആണ്. അതിൻ്റെ ആരാണ്? സുരേഷ് ചന്ദ്ര ശർമ്മയാണ് അതിൻ്റെ ഡയറക്ടർ. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് സുരേഷ് ചന്ദ്ര ശർമ്മയാണ്. അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണെന്ന് വെച്ചാൽ മിനിസ്റ്ററി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലാണ്. ഡൽഹിയാണ് ആസ്ഥാനം. ആക്ട് വന്ന് 2019. ഇനി ISROയുടെ രണ്ടാമത് റോക്കറ്റ് ലോഞ്ചിങ് പാഡ് നിലവിൽ വരുന്നത് എവിടെയാണ്? നിലവിൽ വന്നിട്ടില്ല, വരാൻ പോകുന്നുള്ളൂ. തൂത്തുക്കുടി, തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുള്ള കുലശേഖര പട്ടണത്താണ്. ചേരന്മാരുടെ ആസ്ഥാനം എന്നൊക്കെ നമ്മൾ കുലശേഖരപട്ടണം പഠിച്ചിട്ടുണ്ടല്ലേ. ആ കുലശേഖരപട്ടണത്തിലാണ് ISROയുടെ രണ്ടാമത്തെ റോക്കറ്റ് ലോഞ്ചിങ് പാഡ് നിലവിൽ വന്നത്. അപ്പം നിലവിൽ എവിടെ നിന്നാണ് റോക്കറ്റ് വിടുന്നത്? ഇപ്പം നമ്മൾ നിലവിൽ എവിടെ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിക്കുന്നത്? എവിടെയാണ്? തുമ്പയാണ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അല്ലേ? തുമ്പയാണ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ് നമ്മുടെ എവിടെ? ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. പിന്നെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഒഡീഷയിലെ വീലർ ദ്വീപ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. നമ്മൾ ഇനിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനിയും ഇതും സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് കഴിവതും ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.